ഞാനിത് കോഴിക്കോട് ജില്ലയിലെ അത്തോളി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഈ ഒരു വീട്ടിലേക്ക് വന്ന എന്തിനാന്ന് ചോദിച്ചാൽ 1ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെ കാണാനാണ്. ടെക്നോളജി മേഖലയിൽ ബിടെക്കിനും പോളിക്കും ITIക്കും ഒക്കെ പഠിക്കുന്ന ഇലക്ട്രോണിക്സ് വളരെ ഭംഗിയായി ഒരു 1ാം ക്ലാസ്സുകാരൻ പഠിച്ച് പൂർത്തിയാക്കി എന്നുള്ളതാണ്. അതിൻ്റെ ബാലപാഠ ബേസിക് കാര്യങ്ങൾ. ഈ വാർത്ത അറിഞ്ഞപ്പോൾ നേരെ വന്ന് ആ കുട്ടീനെ ഒന്ന് അഭിനന്ദിക്കാനും ആ കുട്ടിക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാനും കുട്ടീനെ ഒന്ന് പരിചയപ്പെടാനും വന്നതാണ്. കുട്ടിയുടെ ആദം എന്ന കുട്ടിയുടെ പേര് അബ്ദുൽ ബാസിത്ത്. വാപ്പയുണ്ട് ഇവിടെ, ഒരു പ്രവാസിയാണ്. അദ്ദേഹം ഇപ്പോൾ നാട്ടിലാണ്. നമുക്ക് പരിചയപ്പെടാം അബ്ദുൽ ബാസിത്തിനെയും അല്ലെങ്കിൽ മകൻ ആദമിനെയൊക്കെ പരിചയപ്പെടാം. കുട്ടി എന്താണ് ഈ ഇലക്ട്രോണിക്സിൽ ചെയ്തത് എന്ന് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ മോന് അല്ലേ, ആദം. കൊടുകൈ. വലൈക്കും അസ്സലാം. ഇത് ആദമിൻ്റെ ഉപ്പ അബ്ദുൽ ബാസിത്ത് അല്ലേ. അപ്പോൾ മോനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഇരിക്കൂ, അവിടെ തന്നെ ഇരിക്കുക. ഏതാ എൻ്റെ സ്റ്റൂള്? അവിടെയാണ്. എന്തൊക്കെ ഈ പഠിച്ചടാ? ഇതെന്താ അതൊക്കെ? എന്തൊക്കെ പഠിച്ച നീ? ഇപ്പൊ ചെയ്തത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇപ്പൊ ചെയ്തത് മാത്രമേ പഠിച്ചു. എന്തൊക്കെ പാർട്സുകൾ പഠിച്ച്? പാർട്സുകളല്ലോ. എന്തൊക്കെ പറഞ്ഞ പാർട്സുകളൊന്ന് പറഞ്ഞേ. റെസിസ്റ്റൻസർ, കപ്പാസിറ്റർ, ട്രാൻസിസ്റ്റർ, IC, LED, വയേഴ്സ്, ജമ്പർ വയർ, ബ്രെഡ് ബോർഡ്, സ്പീക്കേഴ്സ്. ഇതെന്താണ്? ഇതെന്താ? ഇത് കപ്പാസിറ്റർ. പിന്നെ അവിതോ? അതും കപ്പാസിറ്റർ. അവിതോ? അതും കപ്പാസിറ്ററാണ്. പിന്നെ വേറെ എന്തൊക്കെയാണ് നോക്കട്ടെ. ഇതെന്താണ്? റെസിസ്റ്റർ. ഇത് LED കത്തി. പിന്നെന്തൊക്കെയാണ്? ഇതെന്താണ്? ICകള്. ഇതോ? ട്രാൻസിസ്റ്റർ. ഓക്കെ. അപ്പോൾ അതോ ഇതാണ് ചെറിയതാണ്. ഇത് പഠിച്ചില്ലല്ലോ. ഇത് പഠിച്ചിട്ടില്ല. അപ്പോൾ ഒരു 1ാം ക്ലാസ്. നീ എത്ര സ്കൂളിൽ എത്രയില്ല? 1ല്. ഏത് സ്കൂളിലാണ്? മാപ്പിള സ്കൂൾ. എവിടെയത്? അത്തോളിയിൽ. ഇതൊക്കെ ആരാ? എൻ്റെ കൂട്ടുകാരാണോ, കുടുംബങ്ങളാണോ, ഇതൊക്കെ ആരാണത്? പരിചയപ്പെടുത്തറ. ഇവരൊക്കെ ആരാണ്? കൂട്ടുകാരാ? കുടുംബല്ല. അപ്പൊ ഇവനോ? രണ്ടാളും കൂട്ടുകാരാ. അവരൊക്കെ പഠിപ്പിച്ചോ നീ? ഇലക്ട്രോണിക്സ് പഠിപ്പിച്ചു കൊടുത്തോ? പറഞ്ഞു കൊടുത്തോ? അടിപൊളി. എന്തെല്ലാം എത്ര പ്രൊജക്റ്റ് ഉണ്ടാക്കി? ഈ പ്രധാനമായി എന്താ ഉണ്ടാക്കിയത് എന്ന് പറയോ? പിന്നെ വേറെ എന്തൊക്കെയാ? പഠിക്കുമ്പോ എന്തൊക്കെ ഉണ്ടാക്കി? പഠിക്കുമ്പോ ഡാൻസിങ് ലൈറ്റ്. പിന്നെ ബസർ. പിന്നെ സൗണ്ട് കുറക്കുന്നതും കൂട്ടുന്നതൊക്കെ ഉണ്ടാക്കി അല്ലേ? ആയിക്കോട്ടെ. പിന്നെ നീ പരീക്ഷ എഴുതിയാ? ProjectX-ലെ ഈ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഒരു പരീക്ഷ എഴുതിയില്ലേ? അതിൽ മാർക്ക് ഉണ്ടാ? എത്ര മാർക്ക് ഉണ്ട്? 80ല് 80ൽ എത്ര അറിയില്ല. ഏതായാലും 1ാം ക്ലാസ് മുതൽ 1ാം ക്ലാസ്സിലെ കുട്ടികൾ മാത്രമേ ഉള്ളൂ. 100ൽ കൂടുതൽ കുട്ടികൾ ഈ ഒരു ProjectX എന്ന ഇലക്ട്രോണിക്സ് പഠനത്തിൽ ചേർന്ന് ഒരു കുട്ടി മാത്രമാണ് 1ാം ക്ലാസ്സുകാരൻ. ബാക്കിയൊക്കെ 4ാം ക്ലാസ് മുതൽ +2 വരെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച കുട്ടിയും ഇവനാണ്. ഇവന് നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ 1ാം ക്ലാസ്സിലെ ആദമിന് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു അച്ചീവ്മെൻറ്റ് അവാർഡ് കൊടുക്കുകയാണ്. എല്ലാവരും ഇത്തരം കുട്ടികളൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടീനെ നമ്മൾ അഭിനന്ദിക്കണം. തീർച്ചയായിട്ടും ഈ കുട്ടി അല്പം വലുതായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇലക്ട്രോണിക്സിലെ വലിയൊരു എഞ്ചിനീയറായി വലിയൊരു സംരംഭകനായി മാറട്ടെ എന്ന് നിങ്ങളൊക്കെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിടിച്ച മോനെ, ഇത് വീട്ടിൽ നന്നായിട്ട് തൂക്കിയിടണം കേട്ടോ. എവിടെ വെക്കുക? നിങ്ങൾക്ക് വായിക്കാനറിയത്? പറ്റുന്നവരൊന്ന് വായിച്ചു നോക്കായി. ProjectX. പിന്നെ ഇത് വായിക്കോ? കാരണം ഇപ്പോൾ ഓൺലൈനിലെ ക്ലാസ് അല്ലേ. 1ാം ക്ലാസ് ആണ്. സ്കൂളിൽ തന്നെ പോയിട്ടില്ലല്ലോ. അല്ല, സ്കൂളിൽ പോയിട്ടേ ഇല്ലല്ലോ. സ്കൂൾ കണ്ടിട്ടില്ല.
സ്കൂൾ കണ്ടിട്ടില്ല. 1ാം ക്ലാസ്സിലെ ലോക്ക്ഡൗണിലെ 1ാം ക്ലാസ് വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ഓൺലൈൻ പഠനം മാത്രം. അതുവഴിയാണ് കുട്ടിക്ക് ഇപ്പോൾ ഈ ഒരു ഇലക്ട്രോണിക്സ് 1 മാസത്തെ പഠനമാണ് കുട്ടി പൂർത്തിയാക്കിയത്. ഇനിയും 8-10 മാസം കുട്ടിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ഈ ProjectX എന്ന കിറ്റിലുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശദവിവരം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇത് വാപ്പയും മോനും ഒന്നിച്ച് മേടിക്കട്ടെ. ഒരു സമ്മാനമുണ്ട്, സർട്ടിഫിക്കറ്റ്. ഇത് കുഞ്ഞുമോളെടുത്ത് കൊടുക്കി. മോളെ തൽക്കാലം ഒന്ന് പിടിച്ചത്. അല്ല, അവള് പിടിച്ചോളും. അപ്പോൾ അത് കുട്ടികൾ പോരട്ടെ. എന്നാ ഇങ്ങോട്ട് വന്ന് നിന്നോ. അവരൊക്കെ ഉണ്ടായിക്കോട്ടെ. ഇത് അതിൻ്റെ അനിയത്തിയല്ലേ? അവിടേക്ക് ഇജു നാളെ വലിയ അവാർഡ് ഇജു വാങ്ങണം. ഇവൻ പിടിച്ചോ. മോള് പിടിച്ചോ. ഇങ്ങനത്തെ സമ്മാനം ഈ നാളെ ഈ വാങ്ങണം കേട്ടോ. സ്കൂളിലൊക്കെ പോയിട്ട് നല്ല മിടുക്കിയായി പഠിച്ച് വന്നാൽ കിട്ടും കേട്ടോ. ഓക്കെ, 2 ആൾ കൂടി കളിക്കുന്നതുകൊണ്ട് കേട്ടോ. ശരി, അപ്പോൾ നമ്മുടെ അവാർഡ് മേടിച്ച ആദമിൻ്റെ ഉപ്പയാണത്. ഉപ്പ, നിങ്ങൾ എവിടെയായിരുന്നു വർക്ക് ചെയ്ത് നേരത്തെ? ഞാൻ സൗദി അറേബ്യയിലായിരുന്നു. ഇലക്ട്രോണിക്സ് ആയിട്ട് എന്തേ ബന്ധമുണ്ടോ? ഇലക്ട്രോണിക്സ് ചെറുപ്പത്തിൽ എനിക്കും താല്പര്യമാണ് ഇലക്ട്രോണിക്സ്. അല്ല, ഇങ്ങനെ 1 ക്ലാസ്സുകാരനായ 5 വയസ്സുകാരൻ ഇങ്ങനെ ഒരു ഇലക്ട്രോണിക്സിലേക്ക് ചേർത്താനുള്ള എന്ത് പ്രേരണയാണ് ആ കുട്ടീനെ ഇങ്ങനെ പഠിപ്പിക്കാൻ? അപ്പോൾ ഇവിടെ എന്ത് പാർട്സ് ഉണ്ടെങ്കിലും പിന്നെ കാറും വണ്ടിയൊക്കെ മൂപ്പർ തന്നെ ഊരി ബാറ്ററി ഒക്കെ കണക്ഷൻ കൊടുത്തു നോക്കി ഇതാക്കി പിന്നെ ഓൻ ചെയ്യലുണ്ട്. അപ്പോൾ നമ്മളെന്തെങ്കിലും പണിയൊക്കെ ചെയ്യുകയാണെങ്കിലും ഓനും അതിൻ്റെ ഒപ്പം വന്ന് കൂടും. അപ്പൊ എനിക്ക് തോന്നി പിന്നെ നല്ല താല്പര്യമുണ്ട്. പിന്നെ നിങ്ങള് സാറിന്റെ വീഡിയോ ഒക്കെ പിന്നെ സ്ഥിരമായിട്ട് കാണുമ്പോൾ ഒപ്പം ഇരുന്ന് കാണും. എന്റെ യൂട്യൂബ് ഒക്കെ കാണലുണ്ട്. അപ്പൊ അന്ന് ലോക്ക്ഡൌൺ സമയത്താണല്ലോ സാർ ഇങ്ങനെ ഇത് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങള് പറഞ്ഞപ്പോ പിന്നെ എന്തായാലും മേടിച്ചു കൊടുത്താൽ ഒരു ഉപകാരമാവല്ലോ. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് ഫ്രീ ടൈമിലൊക്കെ ഒറ്റക്ക് ഞാൻ കളിക്കാൻ കൊടുക്കില്ല. ഫ്രീ ടൈമിൽ നമ്മൾ കുട്ടികളുള്ളതുകൊണ്ട് നമ്മൾ ഇരുന്ന് കൊടുത്ത് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പറഞ്ഞു കൊടുത്താൽ അതിനനുസരിച്ച് ചെയ്യും. പിന്നെ ഓൻ തന്നെ ഒരുപാട് ഐഡിയകൾ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് പ്രൊജക്ട് പുതിയ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ട്, ഓൻ പിന്നെ പറഞ്ഞുതരാന്നാ പറഞ്ഞത്. അതായത് പല വീഡിയോ കാണുമായിരിക്കും, യൂട്യൂബിലെ വീഡിയോ കാണുമ്പോൾ അതുപോലെ ചെയ്യണം. അതായത് ഇപ്പോഴേ ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്താൽ മറ്റു കളികളിൽ നിന്നൊക്കെ അവരുടെ ശ്രദ്ധ ഇത്തരം നല്ല കളികളിലേക്ക് മാറും. ഈ മൊബൈലിലെ കളികളൊക്കെ ഒരു വലിയ പരിധി വരെ നമുക്ക് തടയാനും പറ്റും അല്ലേ? മൊബൈൽ കുറച്ച് കളിക്കലായിരുന്നില്ലേ? അപ്പൊ ഇത് വന്നോടുകൂടി അവന് കുറച്ചുകൂടി ഇതിനോട് താല്പര്യം. അപ്പോൾ കുറച്ച് ഓല് ഫ്രീ ആയിട്ട് ഓല് ഒറ്റക്കാണെങ്കിൽ ഓല് വെച്ച് കൊടുത്താൽ ഓലതായ രീതിയിൽ അതങ്ങനെ ആ ബ്രെഡ് ബോർഡിൽ ആ പാർട്സ് ഒക്കെ ഇലക്ട്രോണിക്സ് വെച്ച് ചെയ്യും അല്ലേ? എന്തായാലും എൻ്റെ ഭാവിയിൽ നിങ്ങൾ ഇങ്ങനെ ഈ മേഖലയിൽ തന്നെ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആക്കി കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടോ? അതെ, ഓന്റെ താല്പര്യത്തിനനുസരിച്ച് പഠിച്ചു വരട്ടെ. ഏതായാലും വലിയൊരു സ്കോപ്പാണ് എന്തിനും. ഇലക്ട്രോണിക്സ് ബേസിക് നിർബന്ധമാണല്ലോ. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ അങ്ങനെ ഈ മേഖലയിൽ നല്ല എഞ്ചിനീയർമാരായിട്ടും നല്ലൊരു സംരംഭകരായിട്ടൊക്കെ ഈ മേഖലയിൽ വളരാൻ പറ്റും. ഏതായാലും നിങ്ങളുടെ ജോലി ഇപ്പം എന്തൊക്കെയാ? ഞാൻ ഓൾറെഡി സൗദിയിലായിരുന്നു. CCTV നെറ്റ്വർക്കിംഗ്. CCTV അതാ ഇലക്ട്രോണിക്സ്. അത് പറയും CCTV ടെക്നിക്കലാണ്. പിന്നെ അതല്ല, വൈഫ് ഡിപ്ലോമ ആണ് ഇലക്ട്രോണിക്സ്. അത് വെറുതെ അല്ല, 10 ഗുണം 10 ഗുണം. അത് ശരി, വൈഫ് ഡിപ്ലോമയാണ്, നിങ്ങൾ CCTV ഇലക്ട്രോണിക്സ് എക്സ്പീരിയൻസുമായി. പിന്നെ മോനും മക്കളും ഈ മേഖലയ്ക്ക് വരാതിരിക്കില്ല. ഞാനും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ 2 പേര് ടെക്നിക്കൽ, മക്കളും അതേപോലെ ടെക്നിക്കലാണ്. ഈ ഒരു ProjectX എന്ന കോഴ്സ് ഡിസൈൻ ചെയ്യാൻ തന്നെ കാരണം ഒരു പക്ഷേ എൻ്റെ കുട്ടിക്കാലത്ത് ഞാനിങ്ങനെ കളിച്ച് വളർന്നതുകൊണ്ടായിരിക്കും. ഇതുപോലെ ചെറുപ്രായത്തിൽ തന്നെ പല പാർട്സുകളായിട്ട് ഞാൻ കുറേ കളിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ഈ മേഖല തുറന്നു കൊടുക്കാൻ എന്നെ കൊണ്ടായത് ആ കുട്ടിക്കാലത്ത് എൻ്റെ താല്പര്യം തന്നെയാണ്. ഒരുപാട് സാറിൻ്റെ ക്ലാസ്സിൽ പിന്നെ വാട്സപ്പിലും ടെലിഗ്രാമിലൊക്കെ ഒരുപാട് ആളുകൾക്ക് ഉപകാരമാകുന്നുണ്ട്. കാരണം അറിവുകൾ കിട്ടുന്നുണ്ടല്ലോ വ്യക്തിപരമായിട്ട്. പിന്നെ ഇലക്ട്രോണിക്സ് ആയിട്ട് സംബന്ധപ്പെട്ട പല ക്ലാസ്സുകളും സംശയങ്ങളും ചോദിക്കുമ്പോൾ അത്രയും തിരക്കിൻ്റെ ഇടയിലും സാറ് വന്ന് മറുപടി പറയും. അല്ല, നമ്മളിതിലൊരു സന്തോഷം കണ്ടെത്തുന്നത്. പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതൊരു ആനന്ദം, ഒരു പാഷനായി, ഒരു ഫാഷനാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യും. നമ്മളൊരു ഡ്യൂട്ടിയുടെ ഭാഗമായി എടുക്കുമ്പോഴൊക്കെ ഒരു ലോഡായി തോന്നുന്നത്. ഇതൊരു ലോഡില്ല. മനസ്സിലായല്ലോ? സാർ ഇപ്പോൾ അവിടെ നിന്ന് ഇത്രയും ദൂരം വന്നല്ലോ ഓനെ കാണാൻ വേണ്ടി ഇത്രയും ദൂരം. അല്ല, അങ്ങനത്തെ കുട്ടികളെ നമ്മൾ അഭിനന്ദിക്കണമല്ലോ. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു താല്പര്യവും ഇതാണല്ലോ. ഏതായാലും തുടർന്നും ഈ ഒരു വർഷക്കാലം മുഴുവനും അവനെ ഇതുപോലെ നിങ്ങൾ എൻഗേജ് ആക്കണം. ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇങ്ങനെ ഇട്ട് തരും. ഈ 1 മാസം 2 മാസം 3 മാസം കൊണ്ട് ഈ കോഴ്സ് അവസാനിക്കുന്നില്ല. തുടർന്നും ഇതുപോലെ പല സർക്യൂട്ടുകളും പല ഐഡിയാസും കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും. കുട്ടി അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൂടെ നിന്ന് സഹായിച്ചു കൊടുത്താൽ 1 കൊല്ലം കൊണ്ട് തന്നെ ബാക്കിയുള്ളതും കൂടെ ചെയ്തോളും ഇൻഷാ അല്ലാഹ്. ഇതുപോലെ നിങ്ങളെ കുട്ടികൾക്കും ഇതുപോലെ എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ, ഒരു ടാലൻറ്റ് ഉണ്ടെങ്കിൽ, ഇലക്ട്രോണിക്സിൽ താല്പര്യമുള്ള കുറേ മക്കളുണ്ടാവും വീട്ടിൽ. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഏത് പ്രായക്കാർക്കും 1 മുതൽ 3 വരെ ഞങ്ങളിപ്പോൾ തൽക്കാലം എടുക്കുന്നില്ല. നിങ്ങളുടെ റിസ്ക് പോലെയാണ്. 4ാം ക്ലാസ് മുതൽ ഇൻഷാ അല്ലാഹ് എല്ലാ കുട്ടികൾക്കും ഇതിൽ ചേരാം. 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും ഉപ്പക്കും ഉമ്മക്കും നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് ഇതിനോട് താല്പര്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിന് കഴിയും. അല്ലാത്തവരാണെങ്കിൽ 4ാം ക്ലാസ് മുതൽ ഇതുപോലെ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. താഴെ അതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട്. ആ ഡീറ്റെയിലൂടെ നിങ്ങൾ ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും
നിങ്ങൾക്കിതിൻ്റെ വിശദ വിവരം അറിയിച്ചു തരും. ഒരു പ്രധാനമായ ഒരു കിറ്റാണ്. ഈ കുട്ടി ഇപ്പോൾ പ്രാക്ടീസ് ചെയ്താൽ മുഴുവൻ പാർട്സുകളും അങ്ങ് എത്തിച്ചു തരികയാണ്. പ്രാക്ടിക്കലാണ്, തിയറി അല്ല. തിയറി പഠിക്കുകയേ വേണ്ടാക്ക, തിയറി പിന്നീട് പഠിക്കുക. ഇലക്ട്രോണിക്സ് പ്രാക്ടിക്കലായി പഠിക്കുക, പല പല ഉപകരണങ്ങളും ടോയ്സുകളും ഒക്കെ ഉണ്ടാക്കി പഠിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു താല്പര്യം വന്നു കഴിഞ്ഞാൽ തിയറി ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളും താഴെയുള്ള ലിങ്ക് വഴിയും വാട്സപ്പ് വഴി നിങ്ങൾക്ക് എത്തിച്ചു തരും. നിങ്ങൾ അതുവഴി വിളിക്കുക, വാട്സപ്പ് അയക്കാം.